ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ചൈനീസ് സംസ്കാരം. ചൈനീസ് സംസ്കാരം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ഹൊയാങ്കോ നദിയുടെ താഴ്വരയിലാണ് എന്ത് സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്? ചൈനീസ് സംസ്കാരം സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടുത്തെ ഭരിച്ചിട്ടുള്ള വിഭാഗം എന്ന് പറയുന്നത് ആരായിരുന്നു? ഷാങ് വംശമാണ്. ഷാങ് വംശമാണ് എവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്? ചൈനീസ് സംസ്കാരത്തില് ഭരിച്ചിട്ടുണ്ടായിരുന്ന ഭരണാധികാരികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഷാങ് വംശത്തിന്റെ കാലഘട്ടത്തില് അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? അതായത് അവര് കലയെയും സംസ്കാരത്തെയും പരിപോഷിപ്പിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു എന്ത്? ഷാങ് വംശം എന്ന് പറയുന്നത്. പ്രത്യേക വൈദഗ്ധ്യം ലഭിച്ചിട്ടുള്ള വെങ്കല ശില്പികള് ഇവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഷാങ് വംശം ഇങ്ങനെ പരിപോഷിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അവരെ അധികാരഭ്രഷ്ടനാക്കിക്കൊണ്ട് ആര് രംഗത്ത് വന്നു? ഷോവൂസ് എന്ന് പറയുന്ന വംശം രംഗത്ത് വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഷാങ് വംശത്തെ അട്ടിമറിച്ചുകൊണ്ട് ചൈനയിൽ അധികാരത്തിലേറിയ ഭരണാധികാരികളാണ് ആര്? ഷോവൂസ് വംശം എന്ന് പറയുന്നത്. അങ്ങനെ ഷാങ് വംശത്തിന്റെ അധികാരം അവിടെ നിർത്തലാവുകയും അതിനുശേഷം അവിടെ ആരാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്? ഷോവൂസ് വംശമാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തിരുന്നു? അക്രമികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അവർ ചെയ്ത കാര്യം എന്തായിരുന്നു? വലിയ കോട്ടകൾ നിർമ്മിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയ കോട്ടകൾ അവരെന്തിനാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്? അക്രമകാരികളൊന്നും അവരുടെ പ്രദേശത്തേക്ക് കടന്നു വരാതിരിക്കാൻ എന്ത് ചെയ്തിരുന്നു? വലിയ കോട്ടകൾ ആര് പണികഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു? ഷോവൂസ് വംശം പണികഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതോടെ വെങ്കല കാലഘട്ടം എന്ത് ചെയ്തു? ചൈനയിൽ അവസാനിക്കുകയും ചെയ്തു. ആരുടെ കാലഘട്ടത്തിലാണ് വെങ്കലയുഗം ഉണ്ടായിരുന്നത്? നമ്മുടെ ഷാങ് വംശത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു അല്ലെ? ഷാങ് ഭരണാധികാരികൾ ഉള്ളപ്പോൾ അവിടെ എന്തായിരുന്നു? വെങ്കലങ്ങളൊക്കെ അവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അതായത് വെങ്കലയുഗ കാലഘട്ടം എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഈ ഷോവൂസ് വംശം വന്നതോട് കൂടിയിട്ട് അവരെന്ത് ചെയ്തു? വെങ്കല കാലഘട്ടം ഇല്ലാതാക്കുകയും അത് അങ്ങനെ അവസാനിക്കുകയും ചെയ്തു. അങ്ങനെ BC 221 ചെൻ രാജാക്കന്മാർ അധികാരത്തിലെത്തുകയും രാജ്യത്തുടനീളം, അതായത് ഇവർക്ക് ശേഷം പിന്നീട് ആര് വന്നു? ചിൻ അധികാരികൾ വരികയും ചെയ്തു. ഷോവൂസ് വംശത്തിന് ശേഷം നമ്മുടെ ചൈനയിലേക്ക് വന്ന വിഭാഗമായിരുന്നു ആര്? ചിൻ രാജവംശം എന്ന് പറയുന്നത് BC 221 അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു ആര്? ചിൻ രാജവംശം എന്ന് പറയുന്നത്. അപ്പൊ ചിൻ രാജവംശം ചൈനയിൽ അധികാരത്തിലേറിയതോട് കൂടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്നാണ് പറയുന്നത്? രാജ്യത്തുടനീളം പൊതുവായിട്ടുള്ള ഭാഷ, പൊതുവായിട്ടുള്ള നിയമങ്ങള്, പൊതുവായ അളവ് തൂക്കം. അപ്പൊ ഭാഷ, അളവ് തൂക്കം, നിയമം തുടങ്ങിയിട്ടുള്ളവയൊക്കെ ആര് അധികാരത്തിൽ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്? ചിൻ അധികാരത്തിൽ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ ഇവരുടെ കാലത്താണ് അതിപ്രശസ്തമായിട്ടുള്ള വൻമതിൽ, നമുക്കറിയാം അല്ലെ? ചൈന വൻമതിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ചിൻ രാജവംശത്തിന്റെ കീഴിലാണ്, ഇവരുടെ കാലഘട്ടത്തിലാണ് എന്ത് പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ചൈനയിലെ വൻമതിൽ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചിന്ന അധികാരികളുടെ കീഴിലാണ് എന്ത്? അവരുടെ ആ ഒരു കാലഘട്ടത്തിലാണ് ചൈനയില് വൻമതിൽ ഇവര് പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് മധ്യ ഏഷ്യയും അതുപോലെ തന്നെ മധ്യ ഏഷ്യയും പേർഷ്യയും കടന്നിട്ട് ഇവര് എന്ത് ചെയ്തു? ഒരു സിൽക്ക് പാതയിലൂടെ ചൈനീസ് വ്യാപാരികൾ എന്ത് ചെയ്തിരുന്നു? പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. അതായത് സിൽക്ക് പാത എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ വ്യാപാരം സുഗമമാക്കാൻ വേണ്ടിയിട്ട്, അതായത് മറ്റു പ്രദേശങ്ങളുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിരുന്നു? അവര് സിൽക്ക് പാതകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ചൈനക്കാരെന്താണ്? ബഹുദൈവങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ബഹുദൈവങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ദൈവത്തിൽ മാത്രമല്ല, പല ദൈവങ്ങളിലും ആര് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു? ചൈനയിലുള്ള ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഏകദൈവ ആരാധന മാത്രമായിരുന്നില്ല, ബഹുദൈവ ആരാധനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ജനവിഭാഗമായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ചൈനയില് ഉണ്ടായിരുന്നത്. അവര് പൂർവികരെയും അതുപോലെ തന്നെ പ്രകൃതി ശക്തികളെയും ആത്മാക്കളെയൊക്കെ എന്ത് ചെയ്തിരുന്നു? ചൈനയിലുള്ള ആളുകൾ ആരാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് മരിച്ചുപോയ ആളുകൾക്കൊക്കെ ഇവര് പ്രത്യേക സ്ഥാനം നൽകിയിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഇവര് യാഗങ്ങളും പൂജകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പ്രശസ്ത ചൈനീസ് ചിന്തകനായിട്ടുള്ള കൺഫ്യൂഷ്യസ്, നമുക്കറിയാം കൺഫ്യൂഷ്യസിന്റെ മാതൃകാ പെരുമാറ്റത്തെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള മതസിദ്ധാന്തം സമൂഹത്തെയും ഭരണകൂടത്തെയും കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ചൈനയിലെ ഭരണാധികാരിയായിട്ടുള്ള
കൺഫ്യൂഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭരണാധികാരിയുടെ കീഴില് അവിടേക്ക് എന്തായിരുന്നു, അവിടുത്തെ ആളുകളേക്ക് ഈ കൺഫ്യൂഷ്യസ് എന്ന് പറയുന്ന ഭരണാധികാരിയെ കൂടുതൽ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ കൺഫ്യൂഷ്യസ് എന്ന് പറയുന്ന ഭരണാധികാരിയെ അവിടുത്തെ ജനങ്ങളൊക്കെ കൂടുതൽ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ അതായത് അദ്ദേഹത്തിന്റെ കൂടുതൽ അതായത് സിദ്ധാന്തങ്ങളിലൊക്കെ അവിടുത്തെ ആളുകൾ കൂടുതൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് നല്ല ധാർമ്മിക സ്വഭാവം, മുതിർന്നവരെ ആരാധിക്കുക, കുടുംബത്തോടുള്ള വിശ്വാസത, നിയമങ്ങൾ നമ്മൾ പാലിക്കുക, അതുപോലെ തന്നെ അതിനൊക്കെ കൂടുതൽ പ്രാധാന്യം ആര് കൊടുത്തിരുന്നു, കൺഫ്യൂഷ്യസ് എന്ന് പറയുന്ന ഭരണാധികാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നല്ല നല്ല പ്രവൃത്തികൾ ചെയ്തതുകൊണ്ട് തന്നെ ചൈനയിലുള്ള ആളുകളൊക്കെ ആരെ കൂടുതൽ സ്വാധീനിച്ചിരുന്നു, കൺഫ്യൂഷ്യസ് എന്ന് പറയുന്ന ഭരണാധികാരിയെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്, അദ്ദേഹം മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും മതത്തോട് ആദരവ് കാണിക്കുവാനും അതുപോലെ തന്നെ കുടുംബത്തോട് നമ്മൾ വിശ്വാസ്യത പുലർത്താനും ഒക്കെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ആളുകൾക്ക് എന്തായിരുന്നു, അദ്ദേഹത്തോട് കൂടുതലൊരു താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു സിദ്ധാന്തങ്ങളെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, കൺഫ്യൂഷനിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ത് പേരില്, കൺഫ്യൂഷനിസം. അപ്പോ കൺഫ്യൂഷ്യസ് എന്ന് പറയുന്ന രാജാവ്, കൺഫ്യൂഷ്യസ് എന്ന് പറയുന്ന ഭരണാധികാരി കൊണ്ടുവന്നിട്ടുള്ള സിദ്ധാന്തമാണിത് കൺഫ്യൂഷനിസം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ചൈനീസ് സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചാണ്. ഹാരപ്പൻ സംസ്കാരം നമ്മൾ ഒട്ടുമിക്ക ആളുകൾ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ. അത് എന്താണെന്ന് പല ആളുകൾക്കും അറിയുന്നുണ്ടാവും. അപ്പൊ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നതാണ് ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സംസ്കാരം. അപ്പോ ഹാരപ്പൻ സംസ്കാരം എവിടെയാണ്, രവി നദിയുടെ തീരത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, ഹാരപ്പൻ സംസ്കാരം സ്ഥിതി ചെയ്യുന്നത്. അതായത് സിന്ധു നദിയുടെ തീരത്താണ് ഏത് സംസ്കാരം ഉടലെടുത്തിട്ടുള്ളത്, നമ്മുടെ ഹാരപ്പൻ സംസ്കാരം ഉടലെടുത്തിട്ടുള്ളത്. ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു ഏത്, മോഹൻജൊദാരോ എന്ന് പറയുന്നത്. മോഹൻജൊദാരോ എന്താണ്, ഹാരപ്പൻ സംസ്കാരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു. അപ്പോ ഹാരപ്പ, മോഹൻജൊദാരോ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലാണ് നമ്മുടെ ആളുകളൊക്കെ ചരിത്രകാരന്മാരൊക്കെ കൂടുതൽ ഗവേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഈ ഗവേഷണം നടത്തിയത് കൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ എങ്ങനെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്, അവരുടെ സംസ്കാരം എങ്ങനെയായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ആരെയും കൊണ്ട് സാധിച്ചിട്ടുണ്ട്, അവിടെ ഗവേഷണം നടത്തിയിട്ടുള്ള ചരിത്രകാരന്മാരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോ ഹാരപ്പയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, നഗരാസൂത്രണമാണ്. നഗരാസൂത്രണം എന്ന് പറയുന്നത് എന്തായിരുന്നു, വലിയ കോട്ടകളൊക്കെയാണ് എന്ത് പണിയെടുത്തത്. അതായത് ഹാരപ്പയിലുള്ള ആളുകള് അവരുടെ നഗരാസൂത്രണം എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കാരണം എന്താണ്, അവര് കോട്ടകളൊക്കെ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടായിരുന്നു, ചുട്ടെടുത്തിട്ടുള്ള ഇഷ്ടിക കൊണ്ടാണ്. എന്താ ഈ ചുട്ടെടുത്ത ഇഷ്ടികയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് പെട്ടെന്നൊന്നും കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ആളുകളൊക്കെ എന്തായിരുന്നു, കോട്ടകളൊക്കെ ചുട്ടെടുത്ത ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രവുമല്ല എന്തായിരുന്നു, നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള നഗരങ്ങളാണ് ആളുകൾ, അതായത് നല്ല രീതിയിലുള്ള നഗരങ്ങളിലാണ് അവിടുത്തെ ആളുകളൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് എന്തുണ്ടായിരുന്നു, അഴുക്ക് ചാൽ സമ്പ്രദായവും ഏത് വിഭാഗം ജനതയ്ക്ക് ഉണ്ടായിരുന്നു, ഹാരപ്പൻ ജനതയ്ക്ക് ഉണ്ടായിരുന്നു. അഴുക്കുചാൽ അല്ലെ, അഴുക്കുചാൽ സമ്പ്രദായവും കൊണ്ടുവന്നത് ആരാണ്, ഹാരപ്പൻ ജനതയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല ഇവർക്ക് എന്താണ്, വലിയ കുളിപ്പുരകളും അതുപോലെ തന്നെ വലിയ ധാന്യപ്പുരകളൊക്കെ ആർക്കുണ്ടായിരുന്നു, ഹാരപ്പൻ ജനതയ്ക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു വിഭാഗം കൂടിയായിരുന്നു എന്ത്, ഹാരപ്പൻ ജനത എന്ന് പറയുന്നത്. അതായത് ഇവരെന്തായിരുന്നു, ഇരുനിലകളുള്ള വീടുകളാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഒറ്റ തട്ട് മാത്രമല്ല, 2 തട്ടുകളുള്ള വീടുകളാണ് ആര് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്, ഹാരപ്പൻ ജനത നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രവുമല്ല ഓരോ വീടിനും അവരെന്താണ്, കിണറും കുളിമുറിയും ഓടകളും മാലിന്യ നിർമ്മാർജ്ജനമായിട്ടുള്ള, അതായത് മാലിന്യം പോവാനായിട്ടുള്ള ഒരു അഴുക്കുചാൽ സമ്പ്രദായവും ഓരോ വീടിനും ആര് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു, ഹാരപ്പൻ ജനത നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ നഗരാസൂത്രണം അത്രയും ഫേമസ് ആവാനുള്ള കാരണം. അതായത് ഈ അഴുക്കുചാൽ സമ്പ്രദായം ഉള്ളത് കൊണ്ട് തന്നെ ഹാരപ്പൻ ജനത എന്താണ്, ശുചിത്വം പാലിച്ചിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. നെക്സ്റ്റ് പറയുന്നത് അവരുടെ സമൂഹം, അവരുടെ സൊസൈറ്റി, അവരുടെ സമ്പദ്ഘടന എങ്ങനെയായിരുന്നു എന്നാണ്. അതായത് ഹാരപ്പൻ ജനതയുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് എന്തായിരുന്നു, കാർഷിക വൃത്തിയാണ്. അപ്പൊ കാർഷിക വൃത്തി ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ആളുകളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, കൃഷിയിലൂടെയാണ് അവരുടെ ഉപജീവന മാർഗം കഴിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അതായത് മൃഗപരിപാലനത്തിലും കലാവിരുതിലും വാണിജ്യ വ്യാപാരങ്ങളിലും പ്രാവീണ്യമുള്ള വിഭാഗമായിരുന്നു
ഹാരപ്പൻ ജനത. അവർ പ്രധാനമായിട്ടും കൃഷി ചെയ്തിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു? ഗോതമ്പ്, ബാർലി, നെല്ല്, ചോളം തുടങ്ങിയിട്ടുള്ളവയൊക്കെയായിരുന്നു ആര് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹാരപ്പൻ ജനത കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. പലതരത്തിലുള്ള ജലസേചന രീതികളും ആര് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു? ഹാരപ്പൻ ജനത നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല പശു, ആട്, നായ, കാള, പൂച്ച തുടങ്ങിയിട്ടുള്ള മൃഗങ്ങളെയൊക്കെ അവരെന്ത് ചെയ്തിരുന്നു? ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അവരെന്ത് ചെയ്തതല്ല, ഭക്ഷിച്ചു എന്നല്ല, അവരെന്ത് ചെയ്തിരുന്നു? ഇണക്കി വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മൃഗങ്ങളെയൊക്കെ അവരെന്ത് ചെയ്തിരുന്നു? ഇണക്കി വളർത്തുകയും പിന്നെന്താണ് അവർക്ക് ആവശ്യം, അതായത് അവരുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ കോഴികളെയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അതായത് മുട്ട ലഭിക്കാൻ വേണ്ടിയിട്ട്. കന്നുകാലികൾ എന്തായിരുന്നു? പാല് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പശുക്കളെയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? മുട്ട, പാല്, മാംസ്യം, അതുപോലെ തന്നെ ധാന്യം തുടങ്ങിയവയൊക്കെയാണ് എന്ത് ഹാരപ്പൻ ജനത പ്രധാനമായിട്ടും ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ആയുധം എന്ന് പറയുന്നത് എന്തുകൊണ്ടുണ്ടാക്കിയതായിരുന്നു? ചെമ്പും വെങ്കലവും കൊണ്ടാണ് അവര് ആയുധങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ആ ആയുധങ്ങളാണ് ഹാരപ്പയിലുള്ള ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് തൊഴിൽ ചെയ്യുന്ന വിഭാഗം ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. ആശാരിമാര്, അതുപോലെ തന്നെ കൊത്തുപണികൾ ചെയ്യുന്ന ആളുകള്, പെയിന്റിങ് ചെയ്യുന്ന ആളുകള്, ശില്പം ചെയ്യുന്ന ശില്പികള്, അതായത് കൊത്തുപണികൾ ചെയ്യുന്ന ശില്പികള്, അതുപോലെ തന്നെ പാറ പൊട്ടിക്കുന്ന ആളുകള്, സ്വർണ്ണപ്പണിക്കാര് തുടങ്ങിയിട്ടുള്ള വിഭാഗം ആളുകളൊക്കെ ഹാരപ്പ സംസ്കാരത്തിൽ ഉടലെടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രവുമല്ല കാർഷിക വിളകളും പരുത്തി ഉൽപ്പന്നങ്ങളും മൺപാത്രങ്ങളും ആഭരണങ്ങളും ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളൊക്കെ പ്രധാനമായിട്ടും ഇവര് കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹാരപ്പൻ ജനത എന്താണ്? അത് സ്വർണം, അതുപോലെ തന്നെ ആനക്കൊമ്പ്, അതുപോലെ തന്നെ പരുത്തി, മൺപാത്രം തുടങ്ങിയവയ്ക്ക് എന്തായിരുന്നു? അവര് കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ മതവും സംസ്കാരവും എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? മതം എന്ന് പറയുന്നത് അവർ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. ദൈവത്തെ ആരാധിച്ചിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു എന്ത്? ഹാരപ്പൻ ജനത എന്ന് പറയുന്നത്. അതായത് ദേവീയ വിശ്വാസം ഏറെ പ്രചാരം നേടിയിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു ഹാരപ്പൻ ജനത. അതായത് ശിവന്റെ പ്രതിരൂപമായിട്ടുള്ള പശുപതിക്ക് തുല്യമായിട്ടുള്ള രൂപങ്ങളൊക്കെ ഇവര് ആരാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ശിവന് തുല്യം എന്ന് പറയുമ്പോൾ പശു അല്ലേ? പശു എന്ന് പറയുന്നതിന് ഇവരെന്താണ്? പശു എന്ന് പറയുന്ന മൃഗത്തെ ഒരു ദൈവമായിട്ടാണ് ആര് കണ്ടിരുന്നത്? ഹാരപ്പൻ ജനത കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശിവന് തുല്യമായിട്ടുള്ള പശുപതികളെ, അതായത് പശുപതിക്ക് തുല്യമായിട്ടുള്ള രൂപങ്ങളെയൊക്കെ ആര് ആരാധിച്ചിട്ടുണ്ടായിരുന്നു? ഹാരപ്പൻ ജനത ആരാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ലിംഗാരാധനയും അതുപോലെ തന്നെ വിഗ്രഹാരാധനയും വൃക്ഷാരാധനയും ആര് ചെയ്തിട്ടുണ്ടായിരുന്നു? ഹാരപ്പൻ ജനത ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ ഹിന്ദു മതവുമായിട്ടൊരു സാദൃശ്യം ഇതിനുണ്ടായിരുന്നു? ഹാരപ്പൻ ജനതയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ സാങ്കേതിക വൈദഗ്ധ്യം നോക്കുകയാണെങ്കിൽ അവർക്ക് എന്തായിരുന്നു? വ്യക്തമായിട്ടുള്ളൊരു നഗരാസൂത്രണം ഉണ്ടായിരുന്നു. അവർക്ക് എന്തായിരുന്നു? ജലസേചന മാർഗം അല്ലെ? ജലസേചനമൊക്കെ ആര് ചെയ്തിട്ടുണ്ടായിരുന്നു? ജലസേചന മാർഗങ്ങളായിട്ട് കൃഷിക്ക് എഫക്റ്റീവായിട്ട്, അതായത് കൃഷി കൂടുതൽ ഉപയുക്തമാക്കാൻ വേണ്ടിയിട്ട് അവര് ജലസേചനം, അതുപോലെ തന്നെ കൂടുതൽ ഉപകരണങ്ങൾ കണ്ടുപിടിക്കുകയൊക്കെ ആര് ചെയ്തിട്ടുണ്ടായിരുന്നു? ഹാരപ്പൻ ജനത ചെയ്തിട്ടുണ്ടായിരുന്നു. ഉയർന്ന രീതിയിലുള്ള സാങ്കേതിക വൈദഗ്ധ്യമാണ് ഹാരപ്പൻ ജനത നേടിയിട്ടുണ്ടായിരുന്നത്. അതായത് അളവ് തൂക്ക സമ്പ്രദായം, നാഗരിക എഞ്ചിനീയറിംഗ്, ആരോഗ്യം, ശുചിത്വം തുടങ്ങിയവയിലൊക്കെ അവർക്ക് വലിയ പരിജ്ഞാനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണ് ഹാരപ്പൻ കൾച്ചർ, ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് അവരുടെ മതം എങ്ങനെയായിരുന്നു, അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്തൊക്കെയായിരുന്നു, ഏത് സ്ഥലത്താണ്, സിന്ധു നദിയുടെ തട സംസ്കാരമാണ് എന്ത് ഹാരപ്പ സംസ്കാരം എന്നറിയപ്പെടുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു മോഹൻജദാരോ എന്ന് നമ്മൾ പറഞ്ഞു. അവിടുത്തെ നഗരാസൂത്രണം എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? അതായത് അഴുക്കുചാൽ സമ്പ്രദായം ഉണ്ടായിരുന്നു, ശുചിത്വം ഉണ്ടായിരുന്നു, അതായത് അവർ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു, ചുട്ടെടുത്ത് ഇഷ്ടിക കൊണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. മൃഗങ്ങളെ അവർ ഇണക്കി വളർത്തിയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അവരെന്താണ്? മൺപാത്ര നിർമ്മാണം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പല തൊഴിലുകളിലും ചെയ്യുന്ന ഒരു വിഭാഗം എവിടെ ഉണ്ടായിരുന്നു? ഹാരപ്പയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം.